ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ എല്ലാവരും? ഞാൻ അതേ കഴിക്കാൻ എടുത്തിട്ടുള്ളൂ. 9 മണിയായിട്ടാണ്. അപ്പോൾ ജൂഡ്സം പോയി കുറച്ച് നേരം ഞാൻ മുറ്റത്തായിരുന്നു. ഫോൺ കയ്യിലെടുക്കാൻ പറ്റിയില്ല, മഴച്ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചട്ടികളൊക്കെ ചിലത് മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു, ചിലതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് നിവർത്തിയൊക്കെ വെച്ച് സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകി അകത്ത് കയറി. അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് കുളിച്ചേക്കാമെന്ന് കരുതി. ഇന്നലെയും തല കഴുകിയില്ല. അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തല കഴുകാൻ മടിയായി, അങ്ങനെ തല കഴുകിയില്ല. അപ്പോൾ രാവിലെ ഞാൻ ഓർത്തുന്ന ഇന്ന് രാവിലെ തന്നെ തല കഴുകാം. ടെറസിലും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ടാണ് രാവിലെ തലയൊക്കെ കഴുകി ഇറങ്ങിയത്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെയും മഴ ശക്തിയായിട്ട് വന്ന കാരണം ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി മഴ തോരുമ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാനിപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാനാണ്. നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. മോണിറ്റൈസേഷൻ്റെ രണ്ട് ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. 1K ഫാമിലി ആയി. ഒരുപാട് സന്തോഷം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര പെട്ടെന്നൊക്കെ ആവുന്നു. പെട്ടെന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. എങ്കിലും ഡെയിലി 2 വീഡിയോ വെച്ച് ഇടാൻ ശ്രമിക്കാറുണ്ട്. തുടക്കത്തിൽ 3 വീഡിയോ ഇട്ട് നോക്കി, പക്ഷേ എത്തണില്ല. കണ്ടൻറ്റ് വേണം, പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈമും വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എത്തണ്ടായിരുന്നില്ല. പിന്നെ 2 വീഡിയോ എങ്ങനെയായാലും ഞാൻ ക്ലോക്ക് മണിയടിക്കുന്ന ക്ലോക്കായത് കാരണേ അങ്ങനെ 2 വീഡിയോ വെച്ച് ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ തീരെ പറ്റാത്തപ്പോൾ മാത്രം 1 വീഡിയോ വെച്ച് അങ്ങനെ പോയിട്ടാണ്. അങ്ങനെ അധികം മുടങ്ങാതെയൊക്കെ ഞാൻ ഇട്ടു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം സബ് കൂടിയത് കേട്ടോ, സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. 1K ഫാമിലി ഒന്നുമല്ല, എന്നാലും നമുക്ക് ആ ഒരു ക്രൈറ്റീരിയയുടെ ഒരെണ്ണമെങ്കിലും കംപ്ലീറ്റ് ആയല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇനി വാച്ച് അവർ 3 സ്ഥലത്ത് 3ആയിട്ടാണ് കാണിക്കുന്നത്. YT സ്റ്റുഡിയോയിലൊന്ന്, അനലിറ്റിക്സിലൊന്ന്, ക്രോമിലൊന്ന്, പിന്നെ നമ്മുടെ ഇതിൻ്റെ ഈ ഏൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പം അതിൽ വേറൊന്ന്, അങ്ങനെ 3ആയിട്ടാണ് കാണിക്കണത്. അപ്പോൾ ഡാറ്റയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാണ് അവർ മെസ്സേജ് ഇടുന്നത്. അപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അറിവുള്ള ആരോടെങ്കിലും ചോദിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും യൂട്യൂബ് ഇതുപോലെയുള്ള ചാനലോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുന്നത് ഒരു വരുമാനത്തിന് വേണ്ടി തന്നെയാണല്ലോ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ്, ഒരു വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഞാനും ഇത് തുടങ്ങിയത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ആവണമെങ്കിൽ ഇതിൻ്റെ മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു എന്താ പറയണ ഒരു വലിയ കടമ്പ നമുക്ക് കടന്നു കിട്ടണം. അതിനുള്ള ക്രൈറ്റീരിയയാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും. ഇത് രണ്ടും കടന്നെങ്കിലേ നമുക്ക് ഈ മോണിറ്റൈസേഷൻ്റെ ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടുമ്പോഴാണെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കണ്ടൊന്ന് സഹായിക്കണം. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഇനിയും കൂടണം, എങ്കിലേ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നേരിട്ട് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.